iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PYQs ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ക്ലാസ്സിലേക്ക് നടക്കാം. So the first question is, arrange the following maps on the basis of their scale in descending order, large to small scale. Okay, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന മാപ്പുകളെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് വൺ. അപ്പം ലാർജ് സ്കെയിൽ മാപ്പിൽ നിന്നും സ്മോൾ സ്കെയിൽ മാപ്പിലേക്കാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ടൊപ്പോഗ്രാഫിക്കൽ മാപ്പ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് അറ്റ്ലസ് മാപ്പ്, തേർഡ് വൺ കഡസ്ട്രൽ മാപ്പ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് വാൾ മാപ്പാണ്. അപ്പം നമുക്കറിയാമല്ലോ എന്താണ് ടൊപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്, ടോപ്പോ ഷീറ്റുകളാണ്. അറ്റ്ലസ് മാപ്പ് എന്ന് പറയുന്നത്, അപ്പം അതിന് മുൻപ് നമുക്കറിയേണ്ട ഒരു കാര്യം, എന്താണ് ലാർജ് സ്കെയിൽ മാപ്പ്, എന്താണ് സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയും. ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് ആണ് എന്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏരിയ കുറവായിരിക്കും, ഡീറ്റെയിൽസ് അധികമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്ന സമയത്ത് സ്മോൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, പക്ഷേ ഒരുപാട് ഏരിയാസ് അത് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അറ്റ്ലസ് മാപ്പുകളുടെ പ്രത്യേകത എന്താണ്? വലിയൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഫർമേഷൻസ് എന്താണ് വളരെ കുറവായിരിക്കും അല്ലേ. അപ്പം അതൊരു സ്മോൾ സ്കെയിൽ മാപ്പാണ്. ദെൻ കഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് വില്ലേജ് ഓഫീസുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ കഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അറ്റ്ലാസ് വാൾ മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ സ്കെയിൽ മാപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് CADB എന്നാണ്. ഫസ്റ്റ് വൺ കഡസ്ട്രൽ മാപ്പ്, സെക്കൻഡ് വൺ ടൊപ്പോഗ്രാഫിക്കൽ മാപ്പ്, തേർഡ് വൺ എന്ന് പറയുന്നത് വാൾ മാപ്പ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് അറ്റ്ലസ്. ഓക്കെ, അപ്പം കഡസ്ട്രൽ മാപ്പ് എന്ന് പറയുമ്പോൾ വില്ലേജ് ലെവലിൽ, അതായത് വില്ലേജ് ലെവലിലുള്ള ഡീറ്റെയിൽസ് വരെ അവിടെ അവൈലബിൾ ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടൊപ്പോഗ്രാഫിക്കൽ മാപ്പ്, ടോപ്പോ ഷീറ്റുകളാണ്, സെയിം തന്നെയാണ് ഇതിലും വരുന്നത്. ദെൻ വാൾ മാപ്പ്, ദെൻ അറ്റ്ലസ് വി വിൽ ബി ഹാവിങ് അറ്റ്ലസ് മാപ്പ്. അപ്പം എന്താണ് കഡസ്ട്രൽ മാപ്പ്? വെരി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും. ലാൻഡ് പ്ലോട്ട്, ലാർജ് സ്കെയിൽ മാപ്പുകൾക്കുള്ള ഒരു എക്സാമ്പിളാണിത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടൊപ്പോഗ്രാഫിക്കൽ മാപ്പാണ്, ഷോസ് ഹിൽ, റിവേഴ്സ്, എവറിത്തിങ്. അതും എന്താണ് ലാർജ് സ്കെയിൽ മാപ്പാണ്. ഇവിടെ എന്താണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വാൾ മാപ്പ് ആൻഡ് അറ്റ്ലസ് മാപ്പ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ മാപ്പുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. വാൾ മാപ്പിൽ നമ്മൾ കൺട്രീസും കോണ്ടിനെൻസും കാണിക്കും. അറ്റ്ലസ് മാപ്പിൽ നമ്മൾ ഹോൾ വേൾഡ് തന്നെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, so next one, who named his new scientific geography as Erdberschiebung? ഓക്കെ, അപ്പം ആരാണ് എർഡ്ബർഷീബങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ജോഗ്രഫിക്ക് നെയിം കൊടുത്തിട്ടുള്ളത്? ഹെറ്റ്നർ, റാറ്റ്സൽ, റിട്ടർ, ഹംബോൾട്ട്. Who named his new scientific geography as Erdberschiebung? അപ്പം the answer for this question is Humboldt. Option 4 is the correct answer. അപ്പം നോക്കിക്കേ, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ജോഗ്രഫി. അദ്ദേഹമാണ് എർഡ്ബർഷീബങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് അപ്രോച്ച് ജോഗ്രഫിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എർത്ത്. ഓക്കെ, അപ്പം അതൊരു ജർമ്മൻ ടേം ആണ്. ഹിസ് വർക്ക്സ് ഫോക്കസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ, ക്ലൈമറ്റ്, പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ എൻവിറോൺമെൻറ്റ് ഇൻ്ററാക്ഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കംപ്ലീറ്റ് ആയിട്ടും നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ്, പ്ലാന്റ്, ഹ്യൂമൻ എൻവിറോൺമെൻറ്റ് ഇൻ്ററാക്ഷൻ മുതലായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം ആരുടെ വർക്കാണിത്? ഹംബോൾട്ടിൻ്റെ വർക്ക്. ഓക്കെ, സോ എഗെയിൻ നമുക്കൊരു ചൂസ് ദ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് മേജർ പോർട്ട് ഓഫ് ഇന്ത്യ ഫ്രം ദ നോർത്ത് ടു സൗത്ത്. ഓക്കെ, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള സീ പോർട്ടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? നോർത്തിൽ നിന്നും സൗത്തിലേക്ക്, സദേൺ ഡിറക്ഷനിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പം ഒന്ന് നോക്കിക്കേ, നമ്മളിതിങ്ങനെ ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? കാണ്ട്ല പോർട്ട്. ദെൻ ഹിയർ വി വിൽ ബി ഹാവിങ് മുംബൈ പോർട്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നത് എന്താണ്? മർമഗാവോ. ഓക്കെ, ദെൻ അടുത്ത് കൊച്ചി. ദെൻ ഹിയർ തൂത്തുക്കുടിൻ പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ചെന്നൈ പോർട്ട് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് വിശാഖപട്ടണം ലൊക്കേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് പാരാദ്വീപ് ഇൻ ഒഡീഷ, ഹാൽദിയ, അതുപോലെ തന്നെ
കൽക്കട്ട പോർട്ട് വെസ്റ്റ് ബംഗാൾ. സോ ഇതാണ് നമ്മളുടെ സീ പോർട്ടുകളുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. കാൺല, മുംബൈ, മർമുഗാവോ, അതുപോലെ തന്നെ കൊച്ചിൻ, തൂത്തുക്കുറിൻ, അതുപോലെ നെക്സ്റ്റ് വൺ ചെന്നൈ, വിശാഖപട്ടണം, പാരാദ്വീപ്, ഹാൽദിയ, കൊച്ചിൻ. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? നോർത്ത് ടു സൗത്തിലേക്കാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഏതായിരിക്കും ഫസ്റ്റ് വരുന്നതെന്ന് നോക്കിക്കേ. കാൺല ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കാൺല നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു ഓപ്ഷൻസിൽ നിന്നും. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഏതാ വരേണ്ടത്? മുംബൈ ഉണ്ടോ? ഇല്ല. പിന്നെ പാരാദ്വീപ്, ഹാൽദിയ ഇല്ല, പക്ഷെ പാരാദ്വീപ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം രണ്ടാമത് സി വരുന്ന ഓപ്ഷനുകളുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഡിന് ശേഷം സി വരുന്നുണ്ട്. ഓക്കെ, രണ്ടിലും സി വരുന്നുണ്ട്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? മാംഗ്ലൂർ, മർമുഗാവോ. അപ്പം നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വിശാഖപട്ടണം. ഓക്കെ, രണ്ടിലും ബി ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മർമുഗാവോ, എ, ഇ. ഓക്കെ, നമ്മൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത്. ആൻസർ ഇസ് കറക്റ്റ്, ഡി, സി, ബി, എ, ഇ. ഇപ്പം കാൺല, അതുപോലെ തന്നെ സെക്കൻഡ് വൺ പാരാദ്വീപ്, തേർഡ് വൺ എന്ന് പറയുന്നത് വിശാഖപട്ടണം, ഫോർത്ത് വൺ മർമുഗാവോ, ഫിഫ്ത്ത് വൺ മാംഗ്ലൂർ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം കൃത്യമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് അലൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ മാപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ കഴിയും. കാൺല ഗുജറാത്തിലുള്ള ഒരു പോർട്ടാണ്, നോർത്തേൺ മോസ്റ്റ് പോർട്ട് ഇന്ത്യ. പാരാദ്വീപ് ഒഡീഷയിലുള്ളതാണ്, ഈസ്റ്റേൺ കോസ്റ്റ് സൗത്ത് ഓഫ് കാൺല പോർട്ടിന് താഴെയായിട്ടാണ് വരുന്ന ഒന്നാണ്. ദെൻ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലുള്ളതാണ്, ഫർദർ സൗത്ത് ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ്. ദെൻ മർമുഗാവോ ഗോവയിലുള്ളതാണ്, വെസ്റ്റേൺ കോസ്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, വെസ്റ്റേൺ കോസ്റ്റ്, ഈസ്റ്റേൺ കോസ്റ്റ്. അതുപോലെ തന്നെ അറ്റ് ലാസ്റ്റ് മാംഗ്ലൂർ പോർട്ട്. The process of cumulative causation was put forwarded by which of the author? Cumulative causation theory ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീജിയണൽ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ള തിയറികളാണ്. ആൽബർട്ട് ഹേഴ്ഷ്മാൻ, ജോൺ ഫ്രൈഡ്മാൻ, ഗുണാർ മിർഡൽ, അതുപോലെ തന്നെ റോസ്റ്റോ. ലിങ്കേജസിനെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? ലിങ്കേജസ്, ഫോർവേഡ് ലിങ്കേജസ്, ബാക്ക്വേർഡ് ലിങ്കേജസ്, പെരിഫറി മോഡൽ, കോർ പെരിഫറി മോഡൽ. ക്യുമുലേറ്റീവ് കോസേഷൻ തിയറി ആരുടെയാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ, ഗുണാർ മെർഡലിൻ്റെ തിയറിയാണ്. അപ്പം മെർഡൽ ഒരു സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ക്യുമുലേറ്റീവ് കോസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ദ എക്കണോമിക്കൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് tend to reinforce themselves over time, leading to the regional inequalities. Regional inequalities reduce ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എക്കണോമിക്കൽ അഡ്വാൻറ്റേജസിൻ്റെയും ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചും പറയുന്ന ഒരു തിയറിയാണ് ക്യുമുലേറ്റീവ് കോസേഷൻ തിയറി. ഓക്കെ, for example, a developed region attract more investment and talent, becoming even more developed, while underdeveloped regions lag further behind. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസോ അല്ലെങ്കിൽ റീജിയൻസ് എല്ലാം തന്നെ വീണ്ടും വീണ്ടും അഡ്വാൻസ്ഡ് ആവുകയും അവരെന്ത് ചെയ്യുന്നുണ്ട്? മോർ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുകയും അതേസമയം അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് നിലനിൽക്കുന്ന റീജിയൻസ് എല്ലാം തന്നെ ഫർദർ ബിഹൈൻഡ്, വീണ്ടും വീണ്ടും അതേപോലെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. ഓക്കെ, സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് കുറേ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റുകളുണ്ട്, ഏത് തിയറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ആരാണ് ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം തന്നെ എക്കണോമിക്കൽ ജോഗ്രഫിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളല്ല. മാർക്കറ്റ് ഏരിയ എന്താണ്, ഐസോഡാപ്പൈൻ, ഐസൊലേറ്റ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ സ്പേസ് കോസ്റ്റ് കർവ്. അപ്പം ഈ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റും തിയറിയും ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഐസൊലേറ്റഡ് സ്റ്റേറ്റ് ആരുടെയാണ്? നമുക്ക് ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയില്ലേ? ഐസൊലേറ്റ് സ്റ്റേറ്റ് ആരുടെയായിരുന്നു? വോൺ തുനാനിലെ മോഡലായിരുന്നോ? അല്ലെങ്കിൽ ഡേവിഡ് സ്മിത്തിൻ്റെ മോഡലായിരുന്നോ? ലോസ്റ്റിൻ്റെ മോഡലായിരുന്നോ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഐസോഡാപ്പൈൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ഏരിയ അപ്രോച്ച്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കൃത്യമായിട്ട് മാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓഫ്കോഴ്സ് ഓപ്ഷനിൽ എന്തെങ്കിലും ആൻസർ ഉണ്ടാവും, നമ്മളുടെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് 2, 1, 4,
3 ആണ്. നോക്കിക്കേ, ഈസിയാണ് അല്ലേ? മാർക്കറ്റ് ഏരിയ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ലോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഐസോഡാപ്പൻ വീബറിൻ്റെ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഐസൊലേറ്റ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് വോൺ തുണനിൻ്റെ മോഡലിലാണ്. അതുപോലെ തന്നെ സ്പേസ് കോസ്റ്റ് കർവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഡേവിഡ് സ്മിത്ത് ആണ്. ഓക്കെ, മാർക്കറ്റ് ഏരിയ അപ്രോച്ച് എന്നാണ് ദ ഏരിയ അറൗണ്ട് ദ മാർക്കറ്റ് ഫ്രം വിച്ച് ദ പീപ്പിൾ കം ടു ബൈ ദ തിങ്സ്. അപ്പം നമ്മൾ ഒരു മാർക്കറ്റ് ഏരിയ അപ്രോച്ചിലൂടെ നോക്കുന്ന സമയത്ത് എന്താണ്, പീപ്പിൾ ഒരു പ്രദേശത്തുള്ള പീപ്പിളിന് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഏരിയ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഐസോഡാപ്പൻ എയർലൈൻ ഷോയിങ് ദ പോയിന്റ്സ് വിത്ത് ദ സെയിം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫ്രം ദ പ്ലേസ്. അപ്പം ഒരേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്ന പ്രദേശങ്ങളെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് ഐസോഡാപ്പൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, so Von Thunen's model of single farm with crops arranged in ring around the market. അപ്പം ഐസൊലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വോൺ തുനനിൻ്റെ മോഡലിലായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ സ്പേസ് കോസ്റ്റ് കർവ്, ഗ്രാഫ് ഷോയിങ് ഹൗ ട്രാൻസ്പോർട്ട് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ് ചേഞ്ച് വിത്ത് ഡിസ്റ്റൻസ്. ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ കോൺട്രാസ്റ്റ് ടു മെക്കിൻഡേസ് ഹാർട്ട്ലാൻഡ് തിയറി, സ്പൈക്മാൻ റിംലാൻഡ് തിയറി എംഫസൈസസ് വിച്ച് റീജൻ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ്. ഹാർട്ട്ലാൻഡ് തിയറി, റിംലാൻഡ് തിയറി എന്താണെന്ന് പറയാം, അറിയാം അല്ലേ നമുക്ക്. ഹൂ റൂൾസ് വേൾഡ് ഐലൻഡ്, അങ്ങനെ നമ്മൾ തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പം കംപ്ലീറ്റ് ആയിട്ടും ജിയോ പൊളിറ്റിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റാണ് ഈ ഒരു രണ്ട് തിയറീസ് എന്ന് പറയുന്നത്. അപ്പം ദ ക്വസ്റ്റ്യൻ ഈസ് റിംലാൻഡ് തിയറിയിൽ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രദേശം ഏതാണ്? കോസ്റ്റൽ ഫ്രിഞ്ചസ് ഓഫ് യുറേഷ്യ, കോണ്ടിനെൻ്റൽ കോർ ഓഫ് യുറേഷ്യ, ആർട്ടിക് റീജിയൻ, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻ എന്താണ് ആൻസർ? കോസ്റ്റൽ ഫ്രിഞ്ചസ് ഓഫ് യുറേഷ്യ. യൂറോപ്പ് ആൻഡ് ഏഷ്യൻ റീജിയൻസിനെ കംപ്ലീറ്റ് ആയിട്ടും യുറേഷ്യ എന്ന് പറയുന്ന ടേമിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും അതാണ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് റിംലാൻഡ് തിയറിയിലൂടെ സ്പൈക്മാൻ അവതരിപ്പിക്കുന്നത്. സോ മെക്കിൻഡറിൻ്റെ ഹാർട്ട്ലാൻഡ് തിയറി 1904 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ട് ഓഫ് യുറേഷ്യ ആണ് ഹാർട്ട്ലാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ കീ ടു കൺട്രോളിങ് ദ വേൾഡ്, എംഫസൈസിങ് ദ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ഇൻറ്റീരിയർ. സ്പൈക്മാനിൻ്റെ റിംലാൻഡ് തിയറി 1942 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും എന്തായിരുന്നു, ഫോക്കസ്ഡ് ഓൺ ദ കോസ്റ്റൽ ഏരിയ സറൗണ്ടിങ് ദ യൂറേഷ്യൻ ഹാർട്ട്ലാൻഡ്, ഇൻക്ലൂഡിങ് ദ വെസ്റ്റേൺ യൂറോപ്പ് ആൻഡ് ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ദ ഈസ്റ്റ് ഏഷ്യ, and argued that these rimlands are crucial for global power because they contain most of the world population, resources and access to the sea. അപ്പോൾ നോക്കിക്കേ, യൂറോപ്പ്, ഏഷ്യ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനും റിസോഴ്സസും നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. അപ്പം ഈ ഒരു റീജിയൻ നമുക്ക് എന്താ പറയുക, ഓക്യുപ്പൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ആർക്കെങ്കിലും ഈ ഒരു റീജിയൻ കോൺക്വർ ചെയ്യാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഗ്ലോബൽ പവർ എൻജോയ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ നെക്സ്റ്റ് കോൺസെപ്റ്റും അതുപോലെ തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിക്കേ, കോൺസെപ്റ്റും അതുപോലെ തന്നെ ആരാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. സൂസാമെങ് ഹാങ്, അതുപോലെ തന്നെ കൾട്ടർ ലാൻഡ്ഷാഫ്റ്റ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജെൻഡ്രസ് ഡി വോയ്, അതുപോലെ തന്നെ റെയ്സൻ ഡിട്രി. ഇതാണ് 4 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാച്ച് ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് ഓപ്ഷനിൽ നോക്കാം. So the answer for this question is 2, 3, 4, 1. So നോക്കിക്കേ,
ഈ ഒരു സൂസാമെങ്ഹാങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടേതായിരുന്നു? റിട്ടറുടെ കോൺസെപ്റ്റാണ്. കൾച്ചർ ലാൻഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഷൾച്ചറുടെ കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ജെൻഡ്രസ് ഡിവിയുടെ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലാഷയാണ്. റേസൻ ഡി ട്രേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഷാഫറാണ്. ഓക്കെ, സോ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. Zhuzhamenghang introduced by Ritter, it means that the interconnection of different geographical phenomena in a region. So different regionിലുള്ള geographical phenomenasനെ കുറിച്ച് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് Zhuzhamenghang. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാൻഡ്ഷാഫ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഷെൽട്ടറാണ്. ഇറ്റ് മീൻസ് ദ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ലാൻഡ്സ്കേപ്പ് ഷേപ്ഡ് ബൈ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ജെൻഡ്രസ് ഡിവി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്ലാഷയുടെ കോൺസെപ്റ്റാണ്. To the ways of life people in a particular region, emphasizing human adaptation to the environment. എങ്ങനെയാണ് ഹ്യൂമൻ ഡിഫറെൻറ്റ് പ്ലേസസുകളിൽ അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ജെൻഡ്രസ് ഡിവി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്? റേസൻ ഡി ട്രേ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷെഫറാണ്. ഇറ്റ് മീൻസ് ദ പ്രൈമറി റീസൺ or the purpose of phenomena often used in a regional geography to explain why a place exists or develop. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രദേശം നിലനിൽക്കുന്നതും അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ് റേസൻ ഡി ട്രേ എന്ന് പറയുന്നത്. ഓക്കെ, സോ റേസൻ ഡി ട്രേ ഷാഫറിൻ്റെ കോൺസെപ്റ്റാണ്. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. So the next question also matches the following question. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് കുറേ ടേംസ് ഉണ്ട് അല്ലേ? കോമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം തന്നിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്സ്, കീമോട്രോപ്സ്, സാപ്രോഫൈറ്റ്, പാരസൈറ്റ്സ്. അപ്പം ഇത് മാച്ച് ചെയ്യേണ്ടതാണ് നമ്മളുടെ ടാസ്ക്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? വിച്ച് പ്രിപ്പയർ ഫുഡ് ത്രൂ ദ കീമോസിന്തസിസ് പ്രോസസ്. കീമോസിന്തസിസ് പ്രോസസ്സിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? കീമോട്രോപ്സ്. Depend on the organic components derived from the dead plants and animals. Saprophytes. Dependent on living organism, parasites. Which prepare the food through photosynthesis, photographs. So prepare the food through the photosynthesis process. Phototrophs depend on organic components from the dead plants or animals. Saprophyte, living organisms, parasites prepare food through photosynthesis. Phototrophs അല്ലെങ്കിൽ photographs എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. സെക്കൻഡ് വൺ ഓപ്ഷൻ ബി എന്ന് പറയുന്ന 1ഉമായിട്ട് കണക്ട് ചെയ്യണം. സാപ്രോഫൈറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിപ്പെൻഡൻസ് ഓൺ ദ ഓർഗാനിക് കോമ്പോണൻറ്റ്. പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ഓൺ ലിവിങ് ഓർഗാനിസംസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ് ഓഫ് സീഫ്ലർ സ്പ്രെഡിങ് വാസ് ഫസ്റ്റ് പ്രപ്പോണ്ടഡ് ബൈ. ഇതാണ് ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കോൺസെപ്റ്റ്. ഓക്കെ, ഒരുപാട് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു മെയിൻ തിയറിയാണ് സീഫ്ലർ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? Yes. So the correct answer for this question is option A, Harry Hess. So seafloor spreading is the process by which new oceanic crust is formed at mid-oceanic ridges and slowly moves away from the ridges, causing the ocean floor to the spread. അപ്പം ഈ ഒരു സീഫ്ലോർ സ്പ്രെഡിങ്ങിൽ അദ്ദേഹം പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള മിഡ് അറ്റ്ലാന്റിക് റേഞ്ചസ് ഓർ മിഡ് ഓഷ്യാനിക് റിഡ്ജസുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്ലോലി എന്ത് ചെയ്യുന്നുണ്ട്? എന്താ പറയുക, ഫോം ചെയ്തുകൊണ്ട് ഓഷ്യൻ ഫ്ലോറിൻ്റെ സ്പ്രെഡിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ 1960കളിലാണ് അദ്ദേഹം ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ദിസ് കോൺസെപ്റ്റ് ആസ് എ പാർട്ട് ഓഫ് ഹിസ് വർക്ക് ഓൺ പ്ലേറ്റ് ടെക്ടോണിക് സജസ്റ്റിംഗ് ദാറ്റ് മാഗ്മ റൈസസ് അറ്റ് ദ മിഡ് ഓഷ്യാനിക് ridges creating new oceanic crust which then moves laterally. അപ്പം നമുക്കറിയാം ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ടും നമ്മളുടെ എർത്തിൻ്റെ സർഫേസിന് താഴെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്മയുടെ ആ ഒരു
പ്രൊഡക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഔട്ടർ റീജിയനിലേക്ക് വരുന്ന സമയത്ത് എർത്തിൻ്റെ അടിയിൽ നിന്നും സർഫേസിലേക്ക് വരുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്, അത് ഡ്യൂ ടു ദ ടെമ്പോറൽ വേരിയേഷൻ പെട്ടെന്ന് തന്നെ സോൾഡിഫിക്കേഷൻ പ്രോസസ്സിലേക്കും ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിലേക്കും പോകുന്നു. പിന്നീട് അത് ലാറ്ററലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്ന്, ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ എർത്തിൻ്റെ സർഫേസിൽ അണ്ടർഗ്രൗണ്ടിൽ നിന്നും വരികയും പിന്നീട് ആ മാഗ്മ സോൾഡിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവ്മെൻ്റാണ് ഓഷ്യാനിക് സ്പ്രെഡിന് കാരണമാവുന്നത്. അപ്പം ഹാരി ഹെസ് അല്ലാതെ നോക്കിക്കേ, JT വിൽസൺ ഈസ് നോൺ ഫോർ ദ വിൽസൺ സൈക്കിൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഓഷ്യൻ ബേസിൻസ്. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീഫ്ലോർ സ്പ്രെഡിങ്ങുമായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സണാണ്. അതുകൂടാതെ ടൈലർ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് suggested continental drift before Hess, but it did not propose seafloor spreading. അതുകൂടാതെ ഡട്ടൻ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഐസോസ്റ്റസി ജിയോളജിക്കൽ അപ്ലിഫ്റ്റ് സ്റ്റഡീസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഐസോസ്റ്റസി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, ബാലൻസ് ആണ്. എങ്ങനെയാണ് എർത്തിൻ്റെ സർഫേസിൽ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, എല്ലാ ലാൻഡ് ഫോംസും സീയുടെ അടിയിലുണ്ട്, അല്ലെങ്കിൽ ഓഷ്യാനിക് റീജിയൻസിലും ഉണ്ട്. അത് ബാലൻസ്, ആ ഒരു ഇക്വിലിബ്രിയം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഈ ഐസോസ്റ്റസി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സബോർഡിനേഷൻ ഓഫ് വുമൺ ബൈ മെൻ ആസ് ദ പ്രൈമറി ഇൻഇക്വാലിറ്റി ഇൻ ഹ്യൂമൻ സൊസൈറ്റി ഈസ് ദ മെയിൻ tenet of which approach in geography. നോക്കിക്കേ, ഈ താഴെ തന്നിരിക്കുന്ന കോൺസെപ്റ്റുകളിൽ സബോർഡിനേഷൻ ഓഫ് വുമൺ ബൈ മെൻ, ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഐഡിയ ഏതാണ്, ഒരു അപ്രോച്ച് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹ്യൂമാനിസം, സെക്കൻഡ് വൺ സ്ട്രക്ചറലിസം, തേർഡ് വൺ ഫെമിനിസം, ഫോർത്ത് വൺ പോസ്റ്റ് മോഡേണിസം. ക്വസ്റ്റ്യൻ ഈസിയാണ്. സബോർഡിനേഷൻ ഓഫ് വുമൺ, ഓഫ് കോഴ്സ് ഫെമിനിസം. So feminist geography focuses on gender inequalities and examines how society and space are shaped by the subordination of women by men. So feminist geography നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്, ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ആണ്. അപ്പോൾ ഒരു സൊസൈറ്റി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വുമൻസ് ആർ ഡോമിനേറ്റഡ് ബൈ ദ മെൻ ഓർ ദ സ്പേസ് ആർ ഷേപ്ഡ് ബൈ ദ സബോർഡിനേഷൻ ഓഫ് വുമൺ. കോൺസെപ്റ്റ്സ് ആർ സെയിം, ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നു, ഒരാൾ കംപ്ലീറ്റ് ആയിട്ടും സബോർഡിനേറ്റ് ചെയ്ത് പോവേണ്ട ഒരു അവസ്ഥ. ഓക്കെ, സോ ഇറ്റ് സ്റ്റഡീസ് ഇഷ്യൂസ് സച്ച് ആസ് ആക്സസ് ടു ദ റിസോഴ്സസ്, പവർ റിലേഷൻസ്, മൊബിലിറ്റി ആൻഡ് സ്പേഷ്യൽ പ്രാക്ടീസസ് ഫ്രം ജെൻഡർ പേഴ്സ്പെക്റ്റീവ്. അപ്പം നോക്കിക്കേ, ഇത് ഒരു കോൺസെപ്റ്റ് ജെൻഡർ ഇൻഇക്വാലിറ്റി എന്നുള്ളതിലുപരി റിസോഴ്സസിൻ്റെ ആക്സസിബിലിറ്റി, പവർ റിലേഷൻ, മൊബിലിറ്റി അതായത് മൂവ്മെൻറ്റ്, ഓക്കെ, സ്പേഷ്യൽ പ്രാക്ടീസസ്, എല്ലാ പേഴ്സ്പെക്റ്റീവിലും നമ്മൾ കാണേണ്ട ഒരു കോൺസെപ്റ്റാണ്. Humanism emphasizes human experience and the perception of the space. അപ്പം ഇത്രയും വരെ നമ്മൾ ഫെമിനിസത്തിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമാനിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമാനിസത്തിൽ നമ്മൾ ആക്ച്വലി നോക്കുന്നത് എന്താണ്, ഹ്യൂമൻസിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ പെർസെപ്ഷൻ ഓഫ് ദ സ്പേസും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം, അതായത് സൊസൈറ്റിയിൽ അണ്ടർലൈ ചെയ്ത് കിടക്കുന്ന കുറച്ച് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളിത് പഠിക്കുന്നത്. ഇതിൽ നമ്മൾ എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസത്തിൽ നോക്കിക്കേ, ദ ചലഞ്ചസ് ഓഫ് യൂണിവേഴ്സൽ ട്രൂത്ത് ആൻഡ് ദ എംപ്രൈസസ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ബട്ട് ഡസ് നോട്ട് സ്പെസിഫിക്കലി ഫോക്കസസ് ഓൺ ജെൻഡർ ഇൻഇക്വാലിറ്റി. അപ്പം സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരുപാട് യൂണിവേഴ്സൽ ട്രൂത്ത് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവുകളെ കംപ്ലീറ്റ് ആയിട്ടും ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത്, ജെൻഡർ inequality, not specifically on gender inequality, but they are covering all the universal perspective. ഓക്കെ, സോ അപ്പം ഫെമിനിസം എന്താണ്, സ്ട്രക്ചറലിസം എന്താണ്, ഹ്യൂമാനിസം എന്താണ്, പോസ്റ്റ് മോഡേണിസം എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ കോൺസെപ്റ്റുകളുടെ എല്ലാം പ്രൊപ്പൗണ്ടേഴ്സ്, പ്രധാനപ്പെട്ട വക്താക്കൾ ആരെല്ലാമായിരുന്നു ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് വെക്റ്റർ ഡാറ്റ മോഡൽ? എഫിഷ്യൻറ്റ് ഫോർ നെറ്റ്വർക്ക് അനാലിസിസ്, complex data structure, difficult overlay operation, not compatible with
compatible with satellite imagery. സോ വെക്റ്റർ, റാസ്റ്റർ, അപ്പോൾ ലൈൻസ് അതുപോലെ തന്നെ പോളിഗൺസ്, ഡോട്ട്സും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്റ്റർ ഡാറ്റ യൂസ് ചെയ്യുന്നത്. അതേസമയം റാസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പിക്സൽസുകളായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം അഡ്വാൻറ്റേജ്, വെക്റ്റർ ഡാറ്റ മോഡലിൽ അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എഫിഷ്യൻറ്റ് ഫോർ നെറ്റ്വർക്ക് അനാലിസിസ്, കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചർ, difficult overlay operation, not compatible with the satellite imagery. സോ എഫിഷ്യൻറ്റ് ഫോർ നെറ്റ്വർക്ക് അനാലിസിസ്. നെറ്റ്വർക്ക് അനാലിസിസിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മോഡലാണ് വെക്റ്റർ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. ആൽഫ ഇൻഡെക്സ്, ബീറ്റ ഇൻഡെക്സ്, ഗാമ ഇൻഡെക്സ്, അങ്ങനെ ഒരുപാട് ഇൻഡെക്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് പഠിക്കാൻ കഴിയും അല്ലേ. അപ്പം എഡ്ജസുകൾ, വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ എല്ലാം നമ്പേഴ്സുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. So the vector data model represent the features as points, lines and polygon. It is good for network analysis like roads, rivers and utility networks because the connections and paths are easily represented. അപ്പം ഈവൻ നമ്മൾ ഗൂഗിൾ മാപ്സെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള GIS-ൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് GIS-ൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള മാപ്പുകൾ തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഹാർഡ് ടു സ്റ്റോർ. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ഓവർലേ ഓപ്പറേഷൻ. ഇത് ഈ ഒരു വെക്റ്റർ ഡാറ്റ മോഡലിൻ്റെ ഓവർലേ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നോട്ട് കോമ്പാറ്റബിൾ വിത്ത് ദ സാറ്റലൈറ്റ് ഇമേജറി. റാസ്റ്റർ ഈസ് ബെറ്റർ ഫോർ ഇമേജസ്. സോ നമ്മൾ സാറ്റലൈറ്റ് ഇമേജസുകൾ ഉപയോഗിക്കുന്നതിന് പകരം റാസ്റ്ററിൻ്റെ വെക്റ്റർ മോഡൽസുകൾ ഉപയോഗിക്കുന്നതിന് പകരം റാസ്റ്ററിൻ്റെ മോഡലുകൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് ഇമേജുകൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, so next one, name the instrument which is used to measure horizontal and vertical angles more precisely. അപ്പം താഴെ തന്നിട്ടുള്ള ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സഹായിക്കുന്നത്? ഹിപ്സോമീറ്റർ, ക്ലൈനോമീറ്റർ, തിയോഡലൈറ്റ്, അനറോയിഡ്, ബാരോമീറ്റർ. ബാരോമീറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രഷർ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഇത് അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് തിയോഡലൈറ്റ്, അതുപോലെ തന്നെ ക്ലൈനോമീറ്റർ, ഹിപ്സോമീറ്റർ. ആലോചിച്ച് നോക്കിക്കേ, ഇതിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ജോഗ്രഫിയിൽ വർക്ക് ചെയ്യുന്നത്? സോ ദ ആൻസർ ഈസ് ക്ലിയർ ആൻഡ് സിമ്പിൾ, തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ തിയോഡലൈറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ സർവേയിങ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ വെരി പ്രിസൈസ്ലി. അതേസമയം ഹിപ്സോമീറ്റർ നോക്കിക്കുക, ആൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. യൂസിങ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ക്ലൈനോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് മെഷർ സ്ലോപ്സ് ഓർ വെർട്ടിക്കൽ ആംഗിൾസ് ബട്ട് ലെസ് പ്രിസൈസ് ഫോർ ഹൊറിസോണ്ടൽ ആംഗിൾ. അനറോയിഡ്, ബാരോമീറ്റർ അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, നോട്ട് ഫോർ മെഷറിങ് ദ ആംഗിൾ. ഓക്കെ, സോ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ യുവർ പാസീവ് ലിസണിങ്. താങ്ക് യു all.